സ്റ്റീവ് ജോബ്സ് നമ്മളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച പുതിയ ഇന്നോവേഷൻസ് എങ്ങനെ ഈ ലോകത്ത് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് നമ്മളെ നമ്മളുടെ കാലഘട്ടത്ത് നമ്മളെ കാണിച്ചു തന്ന വ്യക്തി. അതുകൊണ്ടാണ് സ്റ്റീവ് ജോബ്സിനെ ലോകമെമ്പാടും ഇത്രയും ആരാധിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ വർക്കിനെ ഇത്രയും പ്രശംസിക്കുന്നത്. ഒരുപാട് കഷ്ടതകൾ നിറഞ്ഞ ജീവിതമായിരുന്നു. സ്റ്റീവ് ജോബ്സ് തന്നെ ഇത് ലോകത്തോട് വിളിച്ചു പറയുന്നുണ്ട്. സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി ഗ്രാജുവേഷൻ ഡേയിൽ അവിടുത്തെ കുട്ടികളെല്ലാം ഗ്രാജുവേറ്റഡ് ആകുവാണ്. ഗ്രാജുവേഷനിൽ ധരിക്കുന്ന ഒരു കറുത്ത ഗൗണും റെഡ് കോളറും ഒരു കുട്ടി കണ്ണടയും വെച്ചുകൊണ്ട് ചിരിക്കണ മുഖവുമായിട്ട് സ്റ്റീവ് ജോബ്സ് സ്റ്റുഡൻസിനെ അഭിമുഖീകരിച്ച് അവിടുത്തെ പോഡിയത്തിൽ വന്ന് നിൽക്കുന്നുണ്ട്. ഇങ്ങനെ നിൽക്കുന്ന സ്റ്റീവ് ജോബ്സ് തല ഉയർത്തിപ്പിടിച്ച് അവരെല്ലാവരും നോക്കുക, ഇത് ചിരിച്ചുകൊണ്ട് പറഞ്ഞു തുടങ്ങുക, ഈ നിമിഷമാണ് ഞാനൊരു ഗ്രാജുവേഷൻ സെറമണിയുടെ ഏറ്റവും അടുത്തെങ്കിലും വരുന്നത്. ഞാൻ ഒരു കോളേജ് ഡ്രോപ്പ് ഔട്ടാണ്, എനിക്ക് ഒരു ഗ്രാജുവേഷൻ എടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല. എൻ്റെ ജീവിതത്തിലെ 3 കഥകളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. ഈ 3 കഥകളും നിങ്ങൾ കേൾക്കണം, തീരുമാനിക്കണം എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതം പോകേണ്ടതെന്ന് നിങ്ങൾക്ക് ഈ കഥകളിലൂടെ മനസ്സിലാവും. ഇതാണ് സ്റ്റീവ് ജോബ്സിൻ്റെ ആ ഒരു ആരംഭം. വളരെ മനോഹരമായിട്ട് പറഞ്ഞു നിർത്തിയ സ്റ്റീവ് ജോബ്സ് എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ കഥയെന്ന് പറയുന്നത് കണക്റ്റിംഗ് ദ ഡോട്ട്സ് എന്നാണ്. 6 മാസമാണ് ഞാൻ കോളേജിൽ പഠിച്ചത്. അതിനുശേഷം ഒരു 18 മാസം കൂടെ ഞാനിവിടെ ഉണ്ടായിരുന്നു. എന്തിനാണ് ഞാൻ കോളേജിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ആയിട്ടും 18 മാസം ഇവിടെ തുടർന്നത്? അതിനുള്ള ഒരു ഉത്തരം നൽകണമെങ്കിൽ പിന്നിലോട്ട് പോകണം. എൻ്റെ ജനനം മുതലേ ഞാൻ നിങ്ങളോട് പറഞ്ഞു തുടങ്ങണം. ഈ രീതിയിൽ സ്റ്റീവ് ജോബ്സ് കഥ തുടർന്നുകൊണ്ടേയിരുന്നു. അമ്മ ഗ്രാജുവേഷന് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് അന്യമതസ്ഥനായ ഒരാളിൽ നിന്ന് അമ്മ സ്റ്റീവ് ജോബ്സിനെ ഗർഭം ധരിക്കുന്നത്. മാരേജിലേക്ക് കാര്യങ്ങൾ പോകത്തില്ല എന്ന് കണ്ടപ്പോൾ അവര് ആ കുട്ടീനെ പ്രസവിക്കാൻ ദത്ത് കൊടുക്കാനും തീരുമാനിച്ചു. ഒരൊറ്റ കണ്ടീഷനെ അമ്മയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. അഡോപ്റ്റ് ചെയ്ത് എടുക്കുന്ന ആൾക്കാർ ഗ്രാജുവേറ്റഡ് ആയിരിക്കണം, മോനെ പഠിപ്പിച്ച് ഒരു ഗ്രാജുവേറ്റ് ആക്കി എടുക്കണം. ഇത് മാത്രമായിരുന്നു അമ്മയുടെ ഒരു കണ്ടീഷൻ. ആദ്യം സ്റ്റീവ് ജോബ്സിനെ ദത്തെടുക്കാമെന്ന് പറയുന്ന ലോയറും വൈഫും അവർക്കൊരു പെൺകുഞ്ഞിനെ മതിയെന്ന് പറഞ്ഞുകൊണ്ട് ആ അഡോപ്ഷൻ പ്രൊസീജിയറിൽ നിന്ന് പിന്മാറുന്നുണ്ട്. അടുത്ത ടേണിൽ നിന്ന് ദമ്പതികളോട് അഡോപ്ഷൻ സെന്ററിൽ നിന്ന് വിളിച്ച് ചോദിക്കുന്നുണ്ട്, ഒരു ആൺകുഞ്ഞ് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ദത്തെടുക്കാൻ താല്പര്യമുണ്ടോ എന്ന്. വി ആർ ഓൾവേസ് റെഡി, വി ആർ എക്സൈറ്റഡ് എന്ന് പറയുന്നവർ ആ ഒരു പ്രൊസീജിയറുമായിട്ട് മുമ്പിലോട്ട് പോവുകയാണ്. സ്റ്റീവ് ജോബ്സിനെ ദത്തെടുക്കേണ്ട എല്ലാ പ്രൊസീജിയറും ആയപ്പോഴും അമ്മ അതിന് സമ്മതിച്ചില്ല. ഈ അച്ഛനും അമ്മയും ഗ്രാജുവേഷൻ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ സ്വന്തം മോനെ കൊടുത്താൽ അവർ പഠിപ്പിക്കുമോ, ഒരു ഗ്രാജുവേറ്റ് ആക്കുമോ എന്ന് അവർക്ക് സംശയം ഉണ്ടായിരുന്നു. പക്ഷേ 3-4 മാസങ്ങൾക്ക് ശേഷം സ്റ്റീവ് ജോബ്സിന് ബയോളജിക്കൽ മദർ ഇവർ കൊടുക്കുന്ന ഉറപ്പിൻ്റെ പുറത്ത് അഡോപ്ഷൻ പ്രൊസീജിയറിന് സമ്മതിക്കുകയും സ്റ്റീവ് ജോബ്സ് ആ പേരൻസിന് മോനായിട്ട് വളരുകയും ചെയ്തു. 17 വർഷങ്ങൾ കടന്നുപോയി. ലോങ് 17 years സ്റ്റീവ് ജോബ്സ് ഗ്രാജുവേഷന് ചേരുന്നു. നല്ല ഫീസുള്ള ഒരു കോളേജിലാണ് ചേരുന്നത്. വർക്കിംഗ് ക്ലാസ്സിൽ പെടുന്ന അച്ഛനും അമ്മയ്ക്കും ഫീസ് താങ്ങാൻ പറ്റത്തില്ലെന്ന് സ്റ്റീവ് ജോബ്സിന് ആദ്യമേ അറിയായിരുന്നു. 6 മാസങ്ങൾ മാത്രമാണ് സ്റ്റീവ് ജോബ്സ് ആ കോളേജിൽ പഠിച്ചത്. അതിനുശേഷം ഡ്രോപ്പ് ഔട്ട് ആവുന്നതായിട്ട് നമുക്ക് കാണാം. സ്റ്റീവ് ജോബ്സ് ഈ ഒരു സിറ്റുവേഷനെ പറ്റി പറയുന്നുണ്ട്. അതിനുശേഷം ഒരു 18 മാസവും കൂടെ കോളേജിൻ്റെ പരിസരത്ത് ആളുണ്ടായിരുന്നു. സ്വന്തം കൂട്ടുകാരുമായിട്ട് ഒരു ചെറിയ മുറിയിൽ ഭക്ഷണം പോലും കഴിക്കാൻ കാശില്ലാതെ ആൾ ചെലവാക്കി. ഭയങ്കര സ്കെയറി ആയിട്ട് ഭയങ്കര പേടിപ്പെടുത്തുന്ന ദിവസങ്ങളായിരുന്നു അന്ന് കടന്നു പോയിരുന്നത്. ഹരേരാമ എന്ന് പറയുന്ന ഒരു ക്ഷേത്രത്തിലേക്ക് ഞായറാഴ്ചകളിൽ 7 കിലോമീറ്റർ നടന്ന് ഭക്ഷണം കഴിക്കാൻ പോകുന്ന സ്റ്റീവ് ജോബ്സിനെ ഈ കാലയളവിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും പേറുന്ന അതേ ജീവിതം ആ സമയത്ത് ഒരുപാട് കഷ്ടതകളിൽ കൂടെ വീണ്ടും കടന്നു പോകുന്നതായിരുന്നു. ഭയങ്കര സ്കെയറി ആയിട്ടുള്ള ഈ സമയങ്ങളിലൂടെയാണ് സ്റ്റീവ് ജോബ്സ് സ്വന്തം ജീവിതം കടന്നു പോയത്. സ്പീച്ചിനിടയിൽ സ്റ്റീവ് ജോബ്സ് പറയുന്നുണ്ട്, ഡ്രോപ്പ് ഔട്ട് ആകാൻ ഞാനെടുത്ത തീരുമാനമാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല തീരുമാനമായിട്ട് പിന്നീട് ഒരു കാലഘട്ടത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന്. കാലിയോഗ്രാഫ് അതൊരു ആർട്ടാണ്. കോളേജിൻ്റെ വരാന്തയിലൂടെയും പരിസരത്തും നടക്കുമ്പോൾ സ്റ്റീവ് ജോബ്സ് അവിടെ ഇവിടെയായിട്ട് കുറേ എഴുത്തുകളും കുറേ ഡ്രോയിങ്സും കാണായിരുന്നു. കാലിയോഗ്രാഫ് അക്ഷരങ്ങൾ വെച്ചിട്ട് പല ഡിഫറെൻറ്റ് ഫോൺസിലും സൈസിലും ഡിഫറെൻറ്റ് ഷേപ്സിലും ഓരോ ആർട്ട് രൂപങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കലയായിരുന്നു കാലിയോഗ്രാഫ് എന്ന് പറയുന്നത്. എന്തായാലും ഡ്രോപ്പ് ഔട്ടായി, കുറേ നാളുകളായിട്ട് ഞാൻ ഇവിടെ ഉണ്ട്, അതുകൊണ്ട് ഇതൊന്ന് പഠിച്ചേക്കാം എന്ന് കരുതി കാലിയോഗ്രാഫ് പഠിക്കാനായിട്ട് സ്റ്റീവ് ജോബ്സ് കയറുന്നുണ്ട്. എന്തായാലും റെഗുലർ ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, സോ ഇത് ഞാൻ പഠിക്കാം എന്ന് കരുതി ആ ഒരു കാലിയോഗ്രാഫിൽ അറ്റൻഡ് ചെയ്യുന്നു. 10 വർഷങ്ങളാണ് കടന്നു പോയത്. അതിൻ്റെ ഇടയിൽ ഈ കാലിയോഗ്രാഫൊക്കെ എന്തിനു പഠിച്ചു എന്ന് സ്റ്റീവ് ജോബ്സ് പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കാലയളവിന് ശേഷം 10 വർഷങ്ങൾക്ക് ശേഷം മാക്കിൻടോഷ് എന്ന് പറയുന്ന ആപ്പിളിൻ്റെ ആദ്യത്തെ കമ്പ്യൂട്ടർ ഡിസൈൻ ചെയ്യുന്ന സമയത്ത്
ഈ രീതിയിലുള്ള ഫോണ്ടുകളും കാര്യങ്ങളും എല്ലാം ആ സിസ്റ്റത്തിലേക്കും കൂടെ ഇവർ ഇംപ്ലിമെന്റ് ചെയ്യുന്നതായിട്ട് കാണാം. മൾട്ടി ടൈപ്പ് ഫേസസ് എന്നാണ് സ്റ്റീവ് ജോബ്സ് അന്ന് അതിനെ വിശേഷിപ്പിച്ചത്. ആപ്പിളിന് അതേപോലെ കോപ്പി അടിച്ചുകൊണ്ടിരുന്ന മൈക്രോസോഫ്റ്റിന് ഇതൊരു അവസരമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു അവസരം യൂസ് ചെയ്ത് ഇതേ ഫോണ്ടുകളും കാര്യങ്ങളും മൈക്രോസോഫ്റ്റിന്റെ സിസ്റ്റത്തിലും അവരുടെ ആപ്ലിക്കേഷൻസിലും അവരുടെ വെബ്സൈറ്റിലും എല്ലാം വരാൻ തുടങ്ങി. ഈ ഒരു സാഹചര്യത്തിലാണ് കണക്റ്റിംഗ് ദ ഡോട്ട്സ് എന്താണെന്ന് സ്റ്റീവ് ജോബ്സ് ആ സ്റ്റേജിൽ നിന്ന് നമ്മളോട് വിവരിച്ചു തരുന്നത്. എൻ്റെ ജീവിതത്തിൽ ഒരു ഗുണവുമില്ല എന്ന് കരുതി ഞാൻ പഠിച്ചൊരു കാര്യം ലക്ഷക്കണക്കിനോ കോടിക്കണക്കിനോ ആൾക്കാരുടെ ജീവിതവും മാറ്റാനായിട്ട് ഉപകാരപ്പെട്ടു. ചിലപ്പോൾ ഇതൊന്നും ഇല്ലാത്ത ഒരു കമ്പ്യൂട്ടർ ആയിരിക്കും നിങ്ങൾ ഇന്നത്തെ കാലത്ത് യൂസ് ചെയ്യേണ്ടി വന്നിരിക്കേണ്ടത്. സോ ഇതാണ് കണക്റ്റിംഗ് ദ ഡോട്ട്സ്. നിങ്ങൾ എന്ത് കാര്യം ജീവിതത്തിൽ ചെയ്താലും നിങ്ങളുടെ ഒരു ഫേസിൽ അത് നിങ്ങൾക്ക് എന്നും ഉപകാരപ്രദമായിട്ട് തിരിച്ചു വരും. ഇത്രയും പറഞ്ഞുകൊണ്ട് സ്റ്റീവ് ജോബ്സ് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഒരിക്കലും മുമ്പിലോട്ട് നോക്കിക്കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ ഡോട്ട്സുകളെ കണക്ട് ചെയ്യാൻ സാധിക്കത്തില്ല. നിങ്ങളുടെ പാസ്റ്റിൽ എന്താണോ കാര്യങ്ങൾ സംഭവിച്ചത് അത് വെച്ചിട്ടായിരിക്കും നിങ്ങളുടെ ജീവിതം മുമ്പിലോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നത്. ഓരോ നല്ല കാര്യങ്ങളെ എടുത്തു വെച്ച് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ ചവിട്ടുപടിയായിട്ട് യൂസ് ചെയ്യണമെന്ന് സ്റ്റീവ് ജോബ്സ് പറയുമ്പോൾ ചുറ്റും നിന്ന് ഗ്രാജുവേറ്റഡ് ആയിട്ടുള്ള സ്റ്റാൻഫോർഡിലെ സ്റ്റുഡൻസ് കൈയടിക്കുന്നുണ്ട്. ഒരു കുപ്പിയിൽ കുറച്ച് വെള്ളമെടുത്ത് കുടിക്കുന്നു. ആളെ രണ്ടാമത്തെ കഥ പറയാൻ തയ്യാറാവുന്നു. മൈ സെക്കൻഡ് സ്റ്റോറി ഈസ് അബൌട്ട് ലവ് ആൻഡ് ലോസ്. എൻ്റെ ജീവിതത്തിലെ പ്രണയവും എൻ്റെ ജീവിതത്തിലെ നഷ്ടവുമാണ് ഞാൻ ഇവിടെ രണ്ടാമത്തെ കഥയെ നിങ്ങളോട് പറയുന്നത്. ഞാൻ ഭയങ്കര ഫോർച്യൂണാണ്. എൻ്റെ 20ാമത്തെ വയസ്സിൽ തന്നെ എനിക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചു. പേരൻസിൻ്റെ ചെറിയ ഗ്യാരേജിൽ 2 പേരുമായിട്ട് തുടങ്ങിയ ആപ്പിൾ 10 വർഷം കൊണ്ട് 4000 എംപ്ലോയീസും 2 ബില്യണിലധികം ആസ്തിയുള്ള കമ്പനിയായിട്ട് വളർന്നു. എനിക്ക് ആ സമയത്ത് 30 വയസ്സ്. 30 വയസ്സുള്ള എന്നെ സഹായിക്കാനായിട്ട് ഞാൻ കേമിൻ എന്ന് തോന്നിയ ഒരു സിഇഒനെ കമ്പനിയിലേക്ക് കൊണ്ടുവരുന്നു. സിഇഒയുമായിട്ട് എൻ്റെ ഇൻട്രാക്ഷൻസും കാര്യങ്ങളും മനസ്സിലായി. ആദ്യത്തെ 1 വർഷം ഞങ്ങൾ നല്ല രീതിയിൽ ഇൻട്രാക്റ്റും കാര്യങ്ങളും ചെയ്ത് കമ്പനീനെ നല്ല വിവരങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് സാധിച്ചു. പിന്നീടാണ് സ്വരചർച്ചകൾ വരുന്നത്. എൻ്റെ ഐഡിയാസുമായിട്ട് കോപ്പപ്പ് ചെയ്യാനായിട്ട് ആൾക്ക് സാധിക്കുന്നില്ലെന്ന് മനസ്സിലാക്കി. അങ്ങനെ ഇരുന്ന സാഹചര്യത്തിലാണ് ഡയറക്ടേഴ്സുമായിട്ട് നല്ല ബന്ധം പുലർത്തിയിരുന്ന സിഇഒ എന്നെ കമ്പനിയിൽ നിന്ന് പുറത്താക്കി. നിങ്ങൾക്ക് തന്നെ ആലോചിക്കാം, സ്വന്തമായിട്ട് തുടങ്ങിയ ഒരു കമ്പനിയിൽ നിന്ന് എങ്ങനെ അതിൻ്റെ ഫൗണ്ടർ തന്നെ പുറത്താക്കാൻ സാധിക്കുമെന്ന്. അതാണ് ജീവിതത്തിൻ്റെ ലോസ്റ്റ് ഫേസ്. എല്ലാം നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ തുടങ്ങിയ എൻ്റെ കമ്പനി. എനിക്ക് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും തന്ന എൻ്റെ കമ്പനിയിൽ നിന്ന് ഞാൻ പുറത്തായിരിക്കുന്നു. എല്ലാവരുടെയും മുമ്പിൽ ഒരു പരാജയപ്പെട്ടവൻ്റെ അതേ രൂപത്തിൽ ഞാൻ നിൽക്കേണ്ടി വന്നു. പക്ഷേ ഞാൻ പഠിച്ച കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചെയ്യാനായിട്ടുള്ള എൻ്റെ ആഗ്രഹം ഒരിക്കലും എന്നെ വെറുതെ ഇരുത്തിയില്ല. നെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു കമ്പനി തുടങ്ങുന്നു. അവിടെ വെച്ച് ഞാൻ എൻ്റെ ജീവിതത്തിലെ പ്രണയം തിരിച്ചറിയുന്നു. ആ കമ്പനിയെ വളർത്തുന്നു. ലാഭത്തിലാവുന്ന നെക്സ്റ്റിനെ പിന്നീട് ഒരു കാലഘട്ടത്തിൽ ആപ്പിൾ തന്നെ വാങ്ങുന്നു. ഈ വാങ്ങലിലൂടെ വീണ്ടും ആപ്പിളിൻ്റെ സിഇഒ ആയിട്ട് ഞാൻ തിരിച്ച് അതേ കസേരയിൽ എത്തുന്നു. എൻ്റെ ജീവിതത്തിൽ ഇറക്കി വിട്ട അതേ കസേരയിലേക്ക് ഞാൻ വീണ്ടും എത്തുന്നുണ്ട്. ഇന്ന് ഞാൻ അവളെ തന്നെ വിവാഹം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കുന്നു. എനിക്ക് വളരെയധികം ഉറപ്പുണ്ട് ഈ കാര്യങ്ങളൊന്നും സംഭവിക്കത്തില്ലായിരുന്നു. ഞാൻ എൻ്റെ ലോസ്റ്റ് പാഷനെയോ ഞാൻ എൻ്റെ ജീവിതത്തിലെ പ്രണയിനെയോ ഞാൻ എന്നെ ആപ്പിളിൽ നിന്ന് ഇറക്കി വിട്ടിരുന്നത് ഞാൻ കാണത്തില്ലായിരുന്നു. ഒരിക്കലും ഇതൊന്നും സംഭവിക്കത്തില്ലായിരുന്നു. ഇതാണ് എൻ്റെ ജീവിതത്തിലെ രണ്ടാമത്തെ സ്റ്റോറി. വളരെ മനോഹരമായിട്ടാണ് സ്റ്റീവ് ജോബ്സ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നത്. മെഡിസിൻ ഭയങ്കര കയ്പുള്ളതായിരുന്നു. ജീവിതത്തിന് ഭയങ്കര കയ്പേറിയ നിമിഷങ്ങളായിരുന്നു ആ കടന്നുപോയത്. കുറേ വർഷങ്ങളായിരുന്നു കടന്നുപോയത്. പക്ഷേ ആ പേഷ്യൻറ്റിന് സ്വന്തമായിട്ട് എനിക്ക് അത് ആവശ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അതെൻ്റെ ജീവിതത്തിൽ എന്നെ വളരാനായിട്ട് ഒരുപാട് സഹായിച്ചു. ഇങ്ങനെയാണ് സ്റ്റീവ് ജോബ്സ് മൂന്നാമത്തെ സ്റ്റോറി തുടങ്ങുന്നത്. എൻ്റെ ജീവിതത്തിൽ 17ാമത്തെ വയസ്സിൽ ഞാനൊരു കോട്ട് വായിക്കുന്നുണ്ട്. ആ കോട്ട് ഇങ്ങനെയായിരുന്നു പറയുന്നത്: നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും അവസാന ദിവസമായി കാണുക. അത് നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി ഒരുപാട് കൂട്ടുമെന്നായിരുന്നു. ഈ കാര്യം അടുത്ത 30 വർഷം സ്റ്റീവ് ജോബ്സ് ഫോളോ ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും എഴുന്നേറ്റ് മിററിൽ നോക്കി സ്റ്റീവ് ജോബ്സ് പറയുന്നുണ്ട്, സ്വന്തമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്: നീ ചെയ്യുന്ന കാര്യം നിന്റെ ലാസ്റ്റ് ദിവസമായിരുന്നു ഇന്നെങ്കിൽ നിനക്ക് ചെയ്യാൻ തോന്നുമോ? നീ അത് ചെയ്യുമോ എന്ന്. ഉത്തരം നോ എന്നാണ് കുറേ ദിവസങ്ങളിൽ കിട്ടുന്നതെങ്കിൽ ജീവിതത്തിൽ എന്തോ മാറ്റം വരണമെന്നും ആ മാറ്റം എത്രയും പെട്ടെന്ന് ജീവിതത്തിൽ കൊണ്ടുവരാനായിട്ടും ആൾ ശ്രമിക്കാറുണ്ട്. ഒരു ദിവസം ഡോക്ടറെ കാണാനായിട്ട് പോകുന്നു. ഡയഗ്നോസ് ചെയ്യുമ്പോൾ പാൻക്രിയാസ് ക്യാൻസർ ആയിരുന്നു. പാൻക്രിയാസ് ക്യാൻസർ ആണെന്ന് തിരിച്ചറിഞ്ഞ സ്റ്റീവ് ജോബ്സിനോട് ഡോക്ടർ പറയുന്നുണ്ട്, നിങ്ങൾക്ക് അധികം നാളിനി ആയുസില്ല, സർജറി ഒന്നും പറ്റത്തില്ല, 3-4 മാസത്തിനുള്ളിൽ നിങ്ങൾ മരണപ്പെടാനായിട്ടുള്ള എല്ലാ പോസിബിലിറ്റിയും ഉണ്ട്. ഇതിന്
ഇൻക്യൂറബിൾ ആണ്, ഒരിക്കലും മരുന്നുമില്ല, ക്യൂർ ചെയ്തെടുക്കാൻ പറ്റത്തുമില്ല. പക്ഷേ ഇത് കേട്ട് സ്റ്റീവ് ജോബ്സ് തളരുന്നില്ല. ജീവിതത്തിൽ എന്തൊക്കെ കാര്യം പിന്നീട് ചെയ്യാമെന്ന് ആലോചിക്കുന്ന സ്റ്റീവ് ജോബ്സിനെ പിറ്റേ ദിവസം ബയോപ്സിക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഭാര്യ പറഞ്ഞു കൊടുത്ത അറിവേ ഉള്ളൂ. വയറ്റിലൂടെ കുഴലുകൾ കയറ്റിയിട്ട് സ്റ്റൊമക്കിൽ പരിശോധന നടത്തുമ്പോൾ ഡോക്ടർ നിന്ന് കരയുന്നുണ്ട്. കരഞ്ഞുകൊണ്ട് ഡോക്ടർ വൈഫിനോട് വന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾക്ക് ഇതിന് ഒരു പ്രത്യേക തരം സർജറി ചെയ്യാനായിട്ട് സാധിക്കുകയും ക്യൂർ ചെയ്തെടുക്കാനും പറ്റുമെന്ന്. ഈ ഒരു കാലഘട്ടത്തിലാണ് മരണത്തിനോട് ഏറ്റവും അടുത്ത് വരുന്നതെന്ന് ഈ സ്പീച്ചിലൂടെ സ്റ്റീവ് ജോബ്സ് വീണ്ടും പറയുന്നുണ്ട്. ഞാനോ നിങ്ങളോ എല്ലാവരും മരണത്തിനോട് അടുത്തോണ്ട് തന്നെ ഇരിക്കുകയാണ്. പക്ഷേ അതിനു മുമ്പുള്ള ദിവസങ്ങൾ, ഇല്ലെങ്കിൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന ഓരോ ദിവസവും എത്ര എഫക്റ്റീവ് ആക്കി നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമോ ആ രീതിയിൽ നിങ്ങൾ ചെയ്യണമെന്നാണ് സ്റ്റീവ് ജോബ്സ് പറയുന്നത്. 10 കോടി ആൾക്കാർക്ക് മേലെയാണ് സ്റ്റീവ് ജോബ്സിന്റെ ഈ സ്പീച്ച് ലോകമെമ്പാടും ഇതുവരെ കേട്ടിരിക്കുന്നത്. വളരെ ഇൻസ്പയർഡ് ആവുന്ന സ്റ്റീവ് ജോബ്സിന്റെ ലൈഫിൽ നിന്ന് നമുക്ക് 3 ലെസൺസ് ആണ് പഠിക്കാനായിട്ടുള്ളത്. നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ കുറെ കൂടെ ക്രിയേറ്റീവ് ആകുന്നത്. ആപ്പിളിൽ നിന്ന് പറഞ്ഞു വിടുന്ന സ്റ്റീവ് ജോബ്സ് നെക്സ്റ്റ് എന്ന് പറയുന്ന കമ്പനി തുടങ്ങുന്നു. നെക്സ്റ്റ് ലാഭത്തിലാകുകയും ആപ്പിൾ നഷ്ടത്തിലേക്ക് പോവുകയും ചെയ്യുന്നു. ആപ്പിളിന് നെക്സ്റ്റ് എന്ന് പറയുന്ന കമ്പനിയെ വാങ്ങാതിരിക്കാൻ വേറെ നിവർത്തിയില്ലാതെ ആകുന്നു. ആ ഒരു സാഹചര്യത്തിൽ നെക്സ്റ്റിനെ വാങ്ങുന്നു. നെക്സ്റ്റിന് വേണ്ടിയിട്ട് സ്റ്റീവ് ജോബ്സ് ഡെവലപ്പ് ചെയ്ത അതേ ഫോർമുലാസ് വെച്ചിട്ടാണ് മാക്കിൻടോഷ് പിന്നീട് ലോകം കീഴടക്കുന്നത്. ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന പാഠമാണ്. ഏറ്റവും പ്രയാസപ്പെട്ട കാലയളവിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റീവ് ആകേണ്ടതും ഏറ്റവും കൂടുതൽ ക്രിയേറ്റീവ് ആകേണ്ടതും. രണ്ടാമത്തെ പാഠം, സ്റ്റീവ് ജോബ്സ് എന്ന് പറയുന്ന ആള് ലോകത്തിന് മുമ്പേ അവതരിപ്പിച്ച എല്ലാ പ്രൊഡക്റ്റുകളും ക്വാളിറ്റിയിൽ നമ്പർ 1 ആയിരുന്നു. ഇന്നും നമ്മൾ ആപ്പിൾ എന്ന് പറയുന്ന പ്രൊഡക്റ്റിന് വില കൂടുതൽ കൊടുത്ത് വാങ്ങാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം അതിന്റെ ക്വാളിറ്റി തന്നെയാണ്. സ്റ്റീവ് ജോബ്സ് നമ്മളെ പഠിപ്പിക്കുന്ന മൂന്നാമത്തെ പാഠം, അത് ജീവിതത്തിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള പാത തിരഞ്ഞെടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മേഖലയിലോട്ട് നിങ്ങൾ പോകുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകാനായിട്ട് സാധിക്കുന്നു. ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു മാറ്റം ഉണ്ടാക്കാൻ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊള്ളുന്നു. സോ മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നവരേക്കും ബൈ, സീ യു നെക്സ്റ്റ് ടൈം.